ഫസ്റ്റ് ടൈം എവർ ഒരു വേൾഡ് കപ്പിന്റെ റൗണ്ട് ഓഫ് 32 കഴിഞ്ഞപ്പോഴേക്ക് ഇത്തവണത്തെ ചാമ്പ്യൻസ് ആരാവും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഏകദേശം കൺഫർമേഷൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. യെസ്, ഐ ആം ടോക്കിംഗ് അബൌട്ട് ഫ്രാൻസ്. സ്വീഡനെ ഫ്രാൻസ് തോൽപ്പിച്ചതൊന്നും നമ്മൾ അത്ര വലിയ സംഭവമാക്കി എടുക്കണ്ട. പക്ഷേ അവർ തോൽപ്പിച്ച ഒരു രീതിയുണ്ട്. ബാക്കിയുള്ള ടീംസൊക്കെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അധ്വാനിച്ച് ഓരോ മാച്ചസ് ജയിക്കുമ്പോൾ ഇറ്റങ്ങൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് 3 ഗോൾ അടിക്കണം. അതിന് പുറമെ ഇവരുടെ ഈ അറ്റാക്കിംഗ് പ്ലേയേഴ്സിന് എല്ലാവരും കൂടെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്തിനാണ് ഒരു ടീമിൽ 6ഉം 7ഉം ലോകത്തിലെ തന്നെ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് അറ്റാക്കിംഗ് പ്ലേയേഴ്സ്? ഇങ്ങനെ എല്ലാവരും കൂടി വരുമ്പോൾ നമ്മളൊക്കെ എന്താ വിചാരിച്ചത്? റെയിലും മറ്റൊടത്തൊക്കെ നടക്കണ പോലെ ആകെ ക്ലാഷ് ആയി, ആകെ കച്ചറായി, മറ്റൊരു കുടുംബശ്രീയൊക്കെ കുടുംബ വിളക്കും എന്തേനോ ആ സാധനം കാണാന്നാ എല്ലാവരും പോർച്ചുഗലിനെ പറ്റി ഇപ്പം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതേപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചപ്പോൾ ലോകത്ത് ഇതുവരെ കാണാത്ത ടൈപ്പ് ഓഫ് ഒരു കെമിസ്ട്രിയും ബയോളജിയൊക്കെയാണ് ഇവർ കാണിക്കുന്നത്. ഇവർ ചെറുക്കിനൊന്നും മര്യാദക്ക് ഇറക്കിയിട്ട് പോലുമില്ല. എന്നിട്ടാണ് ഇങ്ങനെ. എംബാപ്പെ ഓൾറെഡി 6 ഗോൾ എന്തോ ആയിട്ടുണ്ട്, ഡെംബലേക്ക് 4 ഗോളുകൾ, ഒലീസെ ഓൾറെഡി 5 അസിസ്റ്റ് ഇൻ 1 സിംഗിൾ വേൾഡ് കപ്പ്. പെലേന്റെ റെക്കോർഡ് മറികടക്കാൻ ആക്കിനി 2 അസിസ്റ്റും കൂടെ മതി. അതൊക്കെ ആള് പോണ വൈക്ക് എടുത്തോളും. ഇതിനേക്കാളും ഒക്കെ ഏറെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഇറങ്ങുന്ന ഓരോ പ്ലേയേഴ്സും അവരെങ്ങനെയാണ് പരസ്പരം കോംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നാ. എല്ലാവർക്കും അറ്റാക്കിംഗ് പൊസിഷനിൽ എവിടെ വേണമെങ്കിലും കളിക്കാം. അതിനുള്ള വേഴ്സറ്റാലിറ്റി ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്. അതിന് പുറമെ എംബാപ്പെ വരെ കുറെ അസിസ്റ്റുകളൊക്കെ കൊടുക്കണു, ചാൻസസ് ക്രിയേറ്റ് ചെയ്യണു. ഗോൾ അടിക്കുക മാത്രമല്ല ആൾ ചെയ്യുന്നത്. എന്താണെങ്കിലും വളരെ മനോഹരമായിട്ടുണ്ട്. എന്റെ പ്രെഡിക്ഷനിൽ കുറെ കാര്യങ്ങൾ തെറ്റി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ കളിയാക്കുന്നുണ്ട്. ബട്ട് ഇൻ ദ എൻഡ് ദ ഓൺലി തിങ് ദാറ്റ് മാറ്റേഴ്സ് ഈസ് ഹൂസ് വിന്നിംഗ് ദ വേൾഡ് കപ്പ്. ആൻഡ് അത് ഞാൻ 2 തവണ കറക്റ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ റൗണ്ട് ഓഫ് 32 പ്രെഡിക്ഷൻസ് തെറ്റിച്ചു എന്ന് തോന്നിപ്പിച്ച ഒരു മാച്ച് ആയിരുന്നു ഡോക്ടർ കോങ്കോ വേഴ്സസ് ഇംഗ്ലണ്ട്. അടുത്ത ഊക്കിനുള്ളതായി ഞാനിങ്ങനെ മനസ്സിൽ ഉറപ്പിച്ച് നിൽക്കുമ്പോൾ സർ ഹർജോൾഡ് കെയ്ൻ 75-ാം മിനിറ്റിലെ ഒരു കിഡ്ലൻ ഹെഡർ ആൻഡ് 86-ാം മിനിറ്റില് പന്ത് എവിടെ, പോസ്റ്റ് എവിടെ എന്നൊന്നും ആള് നോക്കില്ല, കണ്ണും ചിമ്പി ഒരു അടി. അത്രയും നേരം ഇംഗ്ലണ്ടിന്റെ ഓരോ അറ്റാക്സും ഓരോ ബോക്സിന്റെ ഉള്ളിൽ നിന്നുള്ള ഷോട്ട് വരെ സേവ് ചെയ്ത ഡോക്ടർ കോങ്കോ കീപ്പർ ലയണൽ എംപാസി ആള് വരെ ആൾക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. ആൾ അവിടെ ഒരു സ്റ്റാച്യു പോലെ നിന്നു. അങ്ങനത്തെ ഒരു അടി. ഇംഗ്ലണ്ട് വോൺ ദ ഗെയിം ബട്ട് ഡോക്ടർ കോങ്കോ വോൺ അവർ ഹാർട്ട്. എന്ത് ക്രിഞ്ച് ഡയലോഗ് അല്ലേ. എങ്കിൽ പോലും അവർക്ക് എണീറ്റ് നിന്നൊരു കയ്യടിനെ നമ്മൾ കൊടുക്കണം. സ്റ്റാൻഡിങ് ഓവേഷൻ ഡിസേർവ് ചെയ്യുന്ന ഒരു പെർഫോമൻസ് തന്നെ ആയിരുന്നു. എന്തൊക്കെയാണേലും എൻ്റെ പ്രെഡിക്ഷൻ തെറ്റിയില്ല. ഗുഡ്. അടുത്ത ഫിക്ചർ വേൾഡ് കപ്പിൽ തന്നെ വൺ ഓഫ് ദ വേഴ്സ്റ്റ് ബോട്ടിൽ ജോബ് പെർഫോമൻസ്. 85-ാം മിനിറ്റ് വരെ 2 ഗോളിന്റെ ലീഡ് ഉണ്ടായിരുന്നു സെനഗലിന്. ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ വിചാരിച്ചു വീണ്ടും എൻ്റെ പ്രിഡിക്ഷൻ തെറ്റാൻ പോവാണ് എന്ന്. ബട്ട് നോ ഗൈസ്, സ്ക്രിപ്റ്റ് നമ്മളെ കയ്യിലുണ്ട്. ഓക്കെ, ബെൽജിയം 3 അടിച്ചിട്ട് കളി അങ്ങോട്ട് ജയിച്ചു. അതിൽ തന്നെ ബെൽജിയത്തിന്റെ വിന്നിംഗ് ഗോൾ വന്ന ഒരു സംഭവം. ഓക്കെ, ആഫ്കോണില് സെനഗൽ വേഴ്സസ് മൊറോക്കോ മാച്ചിൽ എന്തൊക്കെയാണോ നടന്നത് അതിന് സിമിലർ ആയിട്ടുള്ള ഫ്ലാഷ് ബാക്ക് ട്രോമ കൊടുക്കുന്ന ടൈപ്പ് ഓഫ് കാര്യങ്ങളാണ് വന്നത്. 120-ാം മിനിറ്റിൽ ഒരു പെനാൾട്ടി. വാറൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ടീലമെൻസ് ആ ഒരു പെനാൾട്ടി എടുക്കുന്നു, അവര് സ്കോർ ചെയ്യണു ആൻഡ് ഇറ്റ്സ് ഓവർ. അത്രയും വലിയൊരു ബോട്ടിൽ ജോബ്. നെക്സ്റ്റ് മാച്ചപ്പ് USA വേഴ്സസ് ബോസ്നിയ. ആൻഡ് USA 2-0 ജയിച്ച് റൗണ്ട് ഓഫ് 16 ഒക്കെ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ബാലോഗൻ ആൻഡ് മാലിക് ടിൽമൻ 81-ാം മിനിറ്റിലൊക്കെ ആയിട്ടുള്ള ഒരു കിഡ്ലൻ ഫ്രീ കിക്ക്. അതായിരുന്നു USAയുടെ 2 ഗോൾസ്. ഈ ഒരു മാച്ച് കഴിഞ്ഞപ്പോൾ എഗെയിൻ വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ വരുന്നുണ്ട്. ഓൾറെഡി DR കോങ്കോ വേഴ്സസ് ഇംഗ്ലണ്ട് മാച്ചിലെ ഹാരി കെയ്ന്റെ ഒരു പെനാൾട്ടി സിറ്റുവേഷൻ, ഇപ്പോൾ സെനഗലിനെതിരെ വന്ന പെനാൾട്ടി കോൾ, അങ്ങനെ കുറെ അധികം റെഫറിങ് മിസ്റ്റേക്സ് അല്ലെങ്കിൽ റെഫറിയുടെ ഡിസിഷൻസിനെതിരെ ഫാൻസ് ആണെങ്കിലും അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ വാറ് എന്തുകൊണ്ട് ഇടപെട്ടില്ല, എന്തുകൊണ്ട് ഇടപെട്ടു എന്ന് ചോദിച്ചിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അതുപോലെയുള്ള ഒരു സംഭവമാണിത്. ഓക്കെ, വാറ് എന്നല്ല, റെഫറി ബാലോഗണ് ഒരു സ്ട്രൈറ്റ് റെഡ് കാർഡ് കൊടുത്തു. ഒരു ഫൗള്. ഓക്കെ, ആള് ഒരു പ്ലെയർ ചവിട്ടി, ഇതാണ് സിറ്റുവേഷൻ, റെഫറി സ്ട്രൈറ്റ് റെഡ് കാർഡ് കൊടുത്തു. ആൻഡ് ദ ക്വസ്റ്റ്യൻ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു ഫസ്റ്റ് വേൾഡ് കപ്പ് മാച്ചിന്റെ സമയത്ത് ഞാൻ ചോദിച്ചു നിങ്ങളോട്, എന്തുകൊണ്ട് ദിസ് ഈസ് നോട്ട് എ ഫൗൾ, അറ്റ്ലീസ്റ്റ് ഒരു യെല്ലോ കാർഡ് എന്തുകൊണ്ട് ഒരു സെർട്ടൻ ഫൗളിന് കൊടുത്തില്ലാന്ന്. അതിന്റെ റെസ്പോൺസ് ആയിട്ട് പറഞ്ഞത് ഫോഴ്സ് ഇല്ല, ഇന്റൻഷൻ ഇല്ല, ആക്സിഡന്റൽ ആണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ. ആൻഡ് ദ സെയിം ഗോസ് ഫോർ ബാലഗൻസ് ഫൗൾ. ആളും അറിഞ്ഞുകൊണ്ട് പോയിട്ട് ചവിട്ടിയതൊന്നും അല്ലല്ലോ, ബോൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫൈറ്റിനിടയിൽ ആക്സിഡന്റലി നടന്നത്. ബട്ട് സ്ട്രൈറ്റ് റെഡ് കാർഡ്, അപ്പുറത്ത് ഫൗള് പോലും വിളിച്ചിട്ടില്ല.
ദാറ്റ്സ് ദ ഡിഫറൻസ്. ആൻഡ് അതൊരിക്കലും സെർട്ടൻ പ്ലെയർക്ക് ഫേവറിറ്റീസ് ആണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ അന്ന് ചോദിച്ചപ്പോൾ ഇങ്ങോട്ട് വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ നിങ്ങൾ ചെയ്തത്, അല്ലാതെ ഒരു പ്രോപ്പർ റെസ്പോൺസ് തരാതെ. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നമ്മുടെ ഫേവറേറ്റ് പ്ലെയർ ആണ്, ക്ലബ്ബാണ്, കൺട്രി ആണെന്ന് വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓപ്പൺ യുവർ ഐസ് ആൻഡ് നിങ്ങൾ കാണുന്ന കാര്യത്തിനെ പറ്റിയിട്ട് ഹോണസ്റ്റ് ആയിട്ട് നിങ്ങളെ ഉള്ളിന്ന്, ഓക്കെ, ഉള്ളിന്ന് എന്താണോ വരുന്നത് അത് ഉള്ളത് പോലെ പറഞ്ഞോളി. ഇത് ഫുട്ബോൾ അല്ലേ, അല്ലാതെ നിങ്ങളെ ഇതിന്റെ പേരിൽ ആരും കൊണ്ട് ജയിലിൽ അടക്കുന്നില്ലല്ലോ. നിങ്ങളൊരു ഡിഫറെന്റ് ഒപ്പീനിയൻ പറഞ്ഞു എന്ന് വെച്ചിട്ട്, അത്രേ ഉള്ളൂ. നൗ ലെറ്റ്സ് ബി ഡെലൂഷണൽ ഫോർ കുറച്ച് സമയം. ഓക്കെ, പോർച്ചുഗൽ ക്രൊയേഷ്യക്കെതിരെ കളിക്കാനിരിക്കുകയാണ്. ആൻഡ് വാച്ച് ലോങ് ഉണ്ടാവും ഇൻഷാല്ല. ബട്ട് അതല്ല കേട്ടോ, കൊളംബിയക്കെതിരെയുള്ള ആ ഒരു മാച്ചിന് ശേഷം നമ്മളെല്ലാവരും എന്താ വിചാരിച്ചത്? ഇറ്റ്സ് എ ഫെയിലിയർ ഓഫ് എ പെർഫോമൻസ്. ഓക്കെ, 5 പൈസക്കില്ലാത്ത കളി. ആൻഡ് പോർച്ചുഗൽ റൊണാൾഡോ ഒരു ഫെയറി ടെയിൽ വേൾഡ് കപ്പും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല എന്നുള്ള സംഭവമൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. until I saw this tweet. Okay, I did some research and calculation and found out that finishing second, deliberately or not, definitely has its own pros. അതായത് പോർച്ചുഗൽ കൊളംബിയക്കെതിരെ ജയിക്കാതിരുന്നതും രണ്ടാമത് ഫിനിഷ് ചെയ്തതിനും കുറച്ച് പ്രോസ് ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. കുറച്ച് പോസിറ്റീവ്സ് ഉണ്ട് അത്രേ. ഒന്നാമത്തെ പോസിറ്റീവ്സ്, അവോയ്ഡഡ് ഗാന ആൻഡ് ജർമ്മനി. ആ 2 മാച്ചസും ഓപ്പൺ സ്റ്റേഡിയത്തിലും നമ്മൾ കൊളംബിയക്കെതിരെ കണ്ട പോലെ ഞാൻ തോന്നുന്നു അത്രയും ഹോട്ട് കണ്ടീഷൻസിലുള്ള മാച്ചസ് ആണ് അത്രേ. ഇനി ഫൈനൽ വരെയൊക്കെ എത്തുകയാണെങ്കിൽ ബാക്കിയുള്ള 3 മാച്ചസും ക്ലോസ് സ്റ്റേഡിയം വിത്ത് കൂൾ എൻവയോൺമെന്റ്. പ്ലേയേഴ്സ് അത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ആൻഡ് ക്വാർട്ടർ ഫൈനൽ വരെ 1000 കിലോമീറ്റേഴ്സോളം ലെസ് ട്രാവലിംഗ് ഡിസ്റ്റൻസ്. പ്ലേയേഴ്സിന് റിക്കവറിക്കാണെങ്കിലും റെസ്റ്റിനാണെങ്കിലുള്ള സമയം കൂടുതൽ കിട്ടും. വാവ്, ബെറ്റർ റിക്കവറി കണ്ടീഷൻ ആൻഡ് ലെസ് എക്സ്പോഷർ ടു എക്സ്ട്രീം ഹീറ്റ് ബിഫോർ ദ ഫൈനൽ. ഓക്കെ, ഇവർ പറയുന്നത് അനുസരിച്ചിട്ട് കൊളംബിയക്കെതിരെ നടന്ന പോലെ തന്നെ അർജന്റീനയുടെയും ഗാനയുടെയും ഒക്കെ പ്ലേയേഴ്സ് പോർച്ചുഗലിനെ എടുത്തിട്ട് കളിച്ചിട്ടുണ്ടാവും ഫിസിക്കാലിറ്റിയുടെയും ഇന്റൻസിറ്റിയുടെയും കാര്യത്തിൽ. അപ്പോ രണ്ടാമത് ഫിനിഷ് ചെയ്ത് ആ 2 മാച്ചസും അവോയ്ഡ് ചെയ്തത് കൊണ്ട് എന്തായി? ഇറ്റ്സ് ബെനിഫിഷ്യൽ ഫോർ പോർച്ചുഗൽ. ഇദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ അനുസരിച്ച് പോർച്ചുഗൽ അറിഞ്ഞുകൊണ്ട് കൊളംബിയക്കെതിരെ ജയിക്കാതിരുന്നതാണ് എന്നാ. കാരണം അർജന്റീനയുടെ ആ ഒരു ബ്രാക്കറ്റിൽ വരുന്ന ക്ലബ്സ് എല്ലാം മോസ്റ്റ്ലി നോൺ യൂറോപ്യൻസാ. ഗാന, അൾജീരിയ, ഈജിപ്ത്, ഇക്വദോർ, മെക്സിക്കോ, ബ്രസീൽ ആൻഡ് ഐവറി കോസ്റ്റ്. ആൻഡ് ഈ ടീമുകൾക്കെല്ലാം ഹീറ്റിൽ കളിക്കാൻ, ചൂടത്ത് കളിക്കാൻ അറിയും. ആൻഡ് അവരുടെ ഫിസിക്കാലിറ്റി ആൻഡ് ഇന്റൻസിറ്റി അത് പോർച്ചുഗലിന് മാച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു ടൈപ്പ് അല്ല. പോർച്ചുഗലിന്റെ കളി എങ്ങനെ നിങ്ങൾക്ക് അറിയാലോ. ബട്ട് ഇപ്പോ പോർച്ചുഗൽ രണ്ടാമത് ഫിനിഷ് ചെയ്ത് അപ്പുറത്തെ സൈഡിൽ എത്തിയപ്പോ മോസ്റ്റ് ഓഫ് ദി ടീം അല്ലെങ്കിൽ മെയിൻ ടീംസ് എല്ലാം യൂറോപ്യനാ. ക്രൊയേഷ്യ, സ്പെയിൻ, ബെൽജിയം, ഫ്രാൻസ് ആൻഡ് ജർമ്മനി. ഓക്കെ, ഈ ടീംസ് എല്ലാം മോസ്റ്റ്ലി യൂറോപ്പിൽ കളിക്കുന്നതാ. ആൻഡ് ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ പോർച്ചുഗലിനെ കുറച്ചെങ്കിലും കളിച്ച് പരിചയവും തോൽപ്പിച്ച് പരിചയമുള്ള ടൈപ്പ് ഓഫ് ടീംസാ. ഇതിൽ തന്നെ ക്രൊയേഷ്യ, ജർമ്മനി ആൻഡ് സ്പെയിൻ ഇങ്ങനെയുള്ള ടീംസിനെല്ലാം പോർച്ചുഗൽ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാർട്ടിനസിന്റെ ഒരു മാസ്റ്റർ ക്ലാസ് ആയിരുന്നു ഈ ഒരു ഡ്രോ എന്നാണ് ഇപ്പോൾ ഇദ്ദേഹമൊക്കെ പറയുന്നത്. ആൻഡ് മറ്റൊരു ഫാക്ട് ആയിട്ട് ആൾ പറഞ്ഞത് എന്താ, ഈ ഒരു മാച്ചില് കൊളംബിയക്കെതിരെ ജയിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ അറ്റാക്കിംഗ് സബ്സ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ നടത്തുമായിരുന്നു എന്നാണ്. അത് മാർട്ടിനസ് നടത്താതിരുന്നത് ഈ ഒരു പ്ലാൻ മൈൻഡിൽ വെച്ചിട്ടാ. Guys, think about it. കൻസലോക്ക് പകരം ഡാലോട്ടിനെ ഇറക്കി, മെൻഡസിന് പകരം ന്യൂനസിനെ ഇറക്കി, വിറ്റീനയ്ക്ക് പകരം ഷമു കോസ്റ്റെ ഇറക്കി, ഹൂബൻ റൂബൻ ഡിയാസ് വിത്ത് ജാവോ നെവസ്. ഹൂബൻ നെവസ്. ഓക്കെ, ജാവോ നെവസിന് പകരം ഹൂബൻ നെവസ്. ഫുൾ പേര് എഴുതി അന്റെ അണ്ടി താഴെ വീഴുവോ തേങ്ങ. ഓക്കെയാ, ആളുടെ പോയിന്റ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആൾ ഇവിടെ തന്നെ പറയുന്നുണ്ട് കേട്ടോ. മെനി ഓഫ് യു വിൽ കാൾ ദിസ് എ കോപ്പിംഗ് മെക്കാനിസം. ഇറ്റ് ഈസ് ബ്രദർ. എന്തായാലും ക്രൊയേഷ്യക്കെതിരെയൊക്കെ പോർച്ചുഗൽ ജയിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. എന്തായാലും ഇനി കുറെ സമയം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇന്ന് തന്നെ നമുക്ക് കാണാം. ആൻഡ് നിങ്ങളുടെ പ്രഡിക്ഷൻസ് ഒക്കെ കമന്റ് ചെയ്യേ. ഞാനും ഒന്ന് ഡെലൂഷണൽ ആയത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരു സന്തോഷമല്ലേ ഇപ്പോ? അത്ര കൊള്ളും. ബൈ.